തേൻകണി സതീശന്റെ പുതുയുഗം നമുക്ക് വേണോ? ലോകമെമ്പാടുമുള്ള ഓരോ മലയാളിയും, സമ്മതിദാനാവകാശമുള്ള ഓരോ മലയാളിയും ചിന്തിക്കേണ്ടുന്ന, സ്വയം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ് ഈ തേൻകണി വീരന്റെ പുതുയുഗം നമുക്ക് ആവശ്യമോ എന്ന്. ഒരു പുതുയുഗം വിഭാവനം ചെയ്തുകൊണ്ടാണത്രേ ഈ നെട്ടൂർ കേക്കച്ചൻ തേൻകണി യാത്ര കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ചത്. എന്താണ് ആ പുതുയുഗം? എന്താണ് ആ പുതുയുഗം? ഈ യാത്രയിൽ എവിടെയെങ്കിലും കേരളത്തിനോ കേരളത്തിലെ ജനങ്ങൾക്കോ ഉപയോഗപ്രദമായ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കേട്ടോ? ഇല്ല, യാതൊന്നുമില്ല. ഇയാൾ വിഭാവനം ചെയ്യുന്ന പുതുയുഗം എന്ന് പറയുന്നത് രതിജീവിതന്മാരെ ഇറക്കി മിടുക്കരായവരെ തേൻകണിയിൽപ്പെടുത്തി അവരുടെ ജീവിതം നശിപ്പിച്ച് ഈ ആഭാസന്മാരായ മാപ്രകൾക്ക് പണം നൽകി അവരെ വ്യക്തിഹത്യ ചെയ്ത് തേജോവധം ചെയ്ത് മാസങ്ങളോളം ഇത്തരം ഇക്കിളി വാർത്തകൾ കൊടുത്ത് കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതാണ് ഇവൻ വിഭാവനം ചെയ്യുന്ന ആ പുതുയുഗം. ആ പുതുയുഗം നമുക്ക് വേണോ എന്ന് കേരളത്തിലെ ഓരോ ജനങ്ങളും ചിന്തിക്കുക. ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ വളരെ സുപ്രധാനമാണ്, വളരെ വിലപ്പെട്ടതാണ്. നമ്മളേവരും ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നത് ഈ മിഷൻ 250യുടെ 145-ാം ദിനമായി ഇന്ന് നമ്മൾ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിലേക്ക് തിരികെ എടുക്കുകയും അദ്ദേഹത്തിന് സീറ്റ് നൽകുകയും ചെയ്യുമോ എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ഇവർ ചെയ്ത തെറ്റിന് പ്രാശ്ചിത്തം ചെയ്തില്ല എങ്കിൽ എന്ത് പ്രാശ്ചിത്തമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? രാഹുലിനെ ഇത്രയും ശോഭകേട് ചെയ്ത ഇവന്മാർ തന്നെ രാഹുലിനെ തന്നെ എത്രയും വേഗം തിരികെ എടുത്ത് രാഹുലിന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ചുമതല കൊടുക്കുകയും അദ്ദേഹത്തിന് മത്സരിക്കുവാൻ പാലക്കാട്ടെ സീറ്റ് നൽകുകയും ചെയ്തില്ല എങ്കിൽ ഞാൻ പലതവണ ആവർത്തിച്ചതുപോലെ നമ്മൾ ആ സുപ്രധാനമായ തീരുമാനമായി മുന്നോട്ട് പോകും. 140 മണ്ഡലങ്ങളിലെയും കുറഞ്ഞത് 4000 കോൺഗ്രസ്സുകാർ ആ തീരുമാനമെടുക്കുക. ഞങ്ങളുടെ വോട്ട് നോട്ടയ്ക്ക്, ഞങ്ങളുടെ വോട്ട് നോട്ടയ്ക്ക്. രാഹുലില്ലാത്ത കോൺഗ്രസ് ഞങ്ങൾക്ക് വേണ്ട. ഇനി പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് മിഷൻ 250യുടെ 145-ാം ദിനമായി ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച പ്രതികരണങ്ങളിലാണ്. ആ പ്രതികരണങ്ങളിലേക്ക്. ഞാൻ മണലൂരിലൊരു കോൺഗ്രസ്സുകാരനാണ്, ജയസിദ്ധൻ കുന്നത്തുള്ളി. ഞങ്ങളുടെ ഫാമിലിക്കാർ തന്നെ പേര് കേട്ട കോൺഗ്രസിന്റെ ഫാമിലിയാണ്. അതിൽ നിന്ന് പകുതിയിൽ കൂടുതൽ വോട്ടുകൾ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനായിരിക്കും. എനിക്ക് 72 വയസ്സുണ്ട്. 72 വയസ്സെന്ന് പറഞ്ഞാൽ ഞാൻ 8ാം ക്ലാസ് കാലത്ത് തൊട്ട് തുടങ്ങിയതാണ് ഈ രാഷ്ട്രീയം. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് സെപ്പറേറ്റ് ആയിട്ട് രൂപീകരിക്കുന്ന കാലം തൊട്ട് ഇന്ന് വരെ കോൺഗ്രസ്സുകാരനായിരുന്നു. കരുണാകരന്റെയും മുരളീരെയും പോലെ കോൺഗ്രസ് വിട്ട് ഡി സി ഒന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ല. ഞങ്ങളുടെ നിയോജകമണ്ഡലത്തില് അന്ന് കോൺഗ്രസിന് ഒരു കമ്മിറ്റി പോലും ഉണ്ടാക്കാൻ എന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടില്ല. എളവള്ളി മണ്ഡലം എന്ന് പറഞ്ഞ മണ്ഡലത്തില് അത്രയും സംഘടനാ ശേഷിയൊക്കെ ഉള്ള ഒരു പ്രവർത്തകനായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് ഇത് കാണുമ്പോ വല്ലാത്ത വിഷമം തോന്നും. കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ഇറങ്ങിയത് കാണുമ്പോൾ. അതുകൊണ്ട് ഈ 72-ാമത്തെ വയസ്സിലായാലും നടക്കാനൊന്നും വയ്യ എനിക്ക്. എന്നാലും മാങ്കൂട്ടത്തിന് എതിരായിട്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ സതീശനെതിരായിട്ട് അവിടെ പോയി ഒന്ന് ഇത് കൊടുത്താലോ എന്ന് ആലോചിക്കണം. വർക്ക് ചെയ്യാനൊന്നും എനിക്ക് വയ്യ. പറവൂര് ഒരു നോമിനേഷൻ കൊടുത്താലോ എന്ന് പോലും ആലോചിക്കുന്നുണ്ട്. ഒരുത്തന്റെ ബോധ്യം തിരുത്തിയില്ലെങ്കിൽ ജനങ്ങൾ തിരുത്തും അവന്റെ ബോധ്യം. എന്തായാലും MLA ആവാതിരിക്കാനെങ്കിലും സഹായിക്കുന്ന തോന്നുന്നു. അവനെതിരെ ആരെങ്കിലും ഒരു സ്ഥാനാർത്ഥി തന്നെ രാഹുൽ ഫാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഉണ്ടാക്കിയിട്ട് ഈ നമുക്ക് തോൽപ്പിക്കേണ്ട ആൾക്കാരുടെ എല്ലാ സീറ്റുകളിലും ഓരോരുത്തരും നിർത്തണം. അതിന് കഴിയിച്ചെങ്കിൽ പ്രവർത്തിച്ച ഇവരെല്ലാം തിരുത്തും, ബോധ്യമൊക്കെ തിരുത്തും എന്നുള്ള ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ.
ഞാൻ പെരുമ്പാവൂരിന്ന് നാസർ പോലെ നല്ല പരിപാടിയാ. അങ്ങനെ കലക്ക് കേക്കച്ചൻ ഭയങ്കര ധൈര്യമൊക്കെ തരുന്ന ആളാണ് കലക്കുന്ന ഈ പരിപാടി. കേക്കച്ചൻ ജയിക്കുമോ പറവൂരിന് ഇത്തവണ? കേക്കച്ചനെ തോപ്പിക്കണമല്ലോ. അവൻ അന്യായ സാധന. അവരാ ഫണ്ട് പിരിച്ചതൊക്കെ മുഴുവനും കൊണ്ടുപോയി തിന്ന്. ഭയങ്കര വാക്ക് സാമർഥ്യമുള്ളവൻ അവൻ. വേറെ വിട്ടവൻ. നാക്ക് മാത്രമേ അല്ലേ ഉള്ളൂ. അത് തന്നെ അവന്റെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കേരളം കട്ട പൊകിയാവും. 25 കൊല്ലം നാക്കുകൊണ്ട് മാത്രം പിടിച്ചു നിന്നില്ലേ? അത് തന്നെ. കതറുടയാതെ നാക്കുകൊണ്ട് മാത്രം. ആ പറവൂരൊന്നും ചെയ്തിട്ടുള്ളവൻ, ഒരു മണ്ണാങ്കട്ടിയും ചെയ്തിട്ടുള്ളവൻ. എന്നിട്ട് വാചകം പിറ്റ് ചെയ്യാൻ അവന്റെ പുറകെ മണി കാന്ത് ബോട്ടുകളെ കിടപ്പുണ്ട്. ജന്മം. എന്റെ പേര് ഭാസ്കരൻ എന്നാണ്, കരുവാരക്കുണ്ടെന്നാണ്. പാലക്കാട് ടീച്ചർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. കെ സുധാകരനെ നിർത്തിയിട്ട് അവരെ ജയിപ്പിച്ചിട്ട് ജൂനിയർ ഈ നമ്മുടെ നേതാക്കന്മാരൊക്കെ പാടെ മത്സരിച്ചിട്ട് സുധാകരനെ നല്ലൊരു അപ്പുറം ഇപ്പുറം നിർത്തിയിട്ട് സുധാകരനെ ഒരു മുഖ്യമന്ത്രി ആക്കുക, മറ്റൊരു സപ്പോർട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റും. നടരാജൻ ഉദയം വരൂ. അമേരിക്കയിൽ ഇത് ഇങ്ങനെ പറയണത് കേട്ടായിരുന്നു, അങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ. അതിപ്പം സുനിൽ കൊടുത്ത മറുപടി നല്ലൊരു മറുപടിയാണ്. അത് നമ്മൾ വർഗീയമായ രീതിയിലേക്ക് നമുക്ക് പോകുന്നതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അത് സ്വാഗതാർഹമാണ്. അപ്പം നമ്മളിപ്പോ ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും അതുപോലെ തന്നെ പാലക്കാട് നിവാസികളും ഒക്കെ ഇതിനു വേണ്ടി കിടന്നുകൊണ്ട് അങ്ങയുടെ ചാനലും ഒക്കെ കിടന്നുകൊണ്ട് നിരന്തരം കിടന്നുകൊണ്ട് പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ ഈ രാഹുലിന്റെ നിലപാടിനെ സംബന്ധിച്ച് നമ്മൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല, ഒരു ഉറപ്പ് നമുക്ക് കിട്ടുന്നില്ല. അതാണ് ഇവിടെ ഒരു വിഷയം നമുക്കുള്ളത്. നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങൾ ഒന്നടങ്കം, പാലക്കാട്ടെ ജനങ്ങൾ, ആ മണ്ഡലത്തിലുള്ള ജനങ്ങളും ഒക്കെ ഈ താങ്കളുടെ ഈ ചാനൽ മാത്രമാണ് ഇതിനകത്ത് 100% സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അത് നീതിക്ക് വേണ്ടിയാണ്. നല്ലൊരു കാര്യം. രാഹുലിനോടുള്ള പ്രത്യേകം മമതയോ അല്ലെ പുള്ളിയോടുള്ള ആരാധനയോ ഒന്നുമല്ല. നമുക്കൊരു നീതി നിഷേധം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അപ്രകാരം ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. ആ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ രാഹുലിന്റെ നിലപാട് കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. അല്ല, രാഹുലിന്റെ നിലപാടെന്ന് വെച്ചാൽ നമ്മൾ പല പ്രാവശ്യം സംസാരിച്ച സാധനമാണ്. അതായത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അയാള് അതുപോലൊരു ആത്മാർത്ഥതയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അന്നേരം അയാളുടെ ആ പാർട്ടിയോടുള്ള കൂറിനെ നമ്മൾ ബഹുമാനിക്കുന്നു. കാരണം ഈ പറയുന്ന തേങ്കണി സതീശനൊന്നല്ലല്ലോ കോൺഗ്രസ്. ഇന്ന് കോൺഗ്രസിനെ ഇവൻ ഹൈജാക്ക് ചെയ്ത് തന്റെ കൈവെള്ളയിലാക്കി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ആത്മാർത്ഥതയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തക നിലയ്ക്ക് അയാൾ ആ പാർട്ടിയെ സ്നേഹിക്കുന്നു, അയാൾ പ്രതീക്ഷയോടെ ഇരിക്കുന്നു എന്നുവരെ. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ ചിലപ്പോൾ അദ്ദേഹം ഈ നിലപാടായിരിക്കാം. അത് മനസ്സിലാക്കി നമ്മളും ആ സ്റ്റാൻഡിൽ നിൽക്കുന്നു. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇദ്ദേഹം ഈ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടല്ലോ. അതിനുശേഷം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾ പറയുന്നുണ്ട്, പിന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് രാഹുൽ പിന്നെ ഇറങ്ങരുത്, ഈ രാഷ്ട്രീയ കേരളത്തിന് ഇതുപോലെ ഒരുത്തനെ ആവശ്യമില്ല എന്ന് കൃത്യമായിട്ടും ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതോടുകൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അന്ന് വരെ ഉള്ളു ജനങ്ങളുടെ ഈ കാത്തിരിപ്പ്. അത് കഴിഞ്ഞ പിന്നെ രാഹുൽ എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ മനസ്സിൽ പോലും കാണൂല. തീർച്ചയായിട്ടും ഉണ്ടാവില്ല. സുനേനെ വിളിച്ചിട്ട് ആ പാലക്കാടുള്ള ഒരു സഹോദരി പറഞ്ഞ ആ വാക്കുകൾ ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തലയിൽ മുണ്ടിട്ട് വേണം അവൻ നടക്കാനെന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ സഹോദരി. ചങ്ക് പൊട്ടിയാണ് അത് പറഞ്ഞേക്കുന്നത്. അത്രമാത്രം ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മള് ആഗ്രഹിക്കുന്നത് ഒന്നില്ലെങ്കിൽ രാഹുൽ കോൺഗ്രസ്സുകാരനായി നിന്നുകൊണ്ട് തന്നെ ഒരു പുതിയ കോൺഗ്രസ് ഉണ്ടാക്കുക. അവന്റെ കൂട്ടത്തിലുണ്ടാകും ജനങ്ങൾ മുഴുവനും. ഒന്നില്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായി നിന്നുകൊണ്ട് തന്നെ നല്ലൊരു കോൺഗ്രസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ രാഹുൽ ഇവിടെ മത്സരിക്കുക, സ്വതന്ത്രനായിട്ട് മത്സരിക്കുക. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഇയാൾ ചെയ്തില്ലെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങൾ, ഇയാളെ സ്നേഹിക്കുന്ന ജനങ്ങൾ മുഴുവൻ നാളെ ഇയാളെ കാണുമ്പോൾ കാർക്കിച്ചു തുപ്പും. ആ ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം അത്രമാത്രം നമ്മളുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ മെഴുകുതിരി കത്തിക്കുകയും പള്ളിയിൽ പോവുകയും അമ്പലങ്ങളിൽ പോവുകയും വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഇപ്പോൾ മത്സരിച്ചില്ലെങ്കിലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരാതി ആരോപിച്ചിട്ടുള്ള പെണ്ണുങ്ങളും ഈ സതീശൻ ഉൾപ്പെടെയുള്ള ഈ മുരളിയും ചെന്നിത്തലയും ഒക്കെ വിജയിച്ചു. ഇനി ഇതുപോലെ കൂടുതൽ കേസുകൾ ഉണ്ട്. അതുകൊണ്ട് ഇയാൾ ഇത് പേടിച്ച് മിണ്ടാതിരിക്കുകയാണെന്നുള്ളത് അവരുടെ ആ വാക്കുകൾക്ക് ബലം കൂടും. ഇതിപ്പോ രാഷ്ട്രീയം ആകുമ്പോഴത്തേക്കും പ്രതിരോധങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും. അയാളൊരു പട്ടാളക്കാരന്റെ മകനല്ലേ, തന്റെ ഇടമായിട്ട് നിൽക്കണം. ജനങ്ങൾ കൂട്ടത്തിലുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? അപ്പോ ഇത് ജനങ്ങളുടെ പ്രതീക്ഷ, ആ പ്രത്യാശ നഷ്ടപ്പെടുത്താതെ രാഹുൽ മുന്നോട്ട് വരണം. ഞാൻ രാഹുലിന്റെ പാലക്കാട്ടുള്ള സെക്രട്ടറിയെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് രാഹുലിന്റെ വീട്ടിലുള്ള ആർക്കോ സുഖമില്ലാത്തതുമായി ബന്ധപ്പെട്ട് ഓട്ടത്തിലാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, രാഹുലിനോട് നിൽക്കാൻ പറയണം, സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പറയണം,
അതുപോലെ തന്നെ ഒരു പാർട്ടി ഉണ്ടാക്കും. ഇപ്പോൾ നല്ലൊരു കോൺഗ്രസ് പാർട്ടി തന്നെ ഉണ്ടാക്കി ആ പാർട്ടിയുടെ പിന്നിൽ ഞങ്ങൾ ജനങ്ങളെല്ലാം ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ശരിയെന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് ഈ നമ്മൾ ഇപ്പൊ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അപ്പൊ ഇവരിപ്പോഴും ഓർക്കുന്ന ഒരു മൂഢ സ്വർഗത്തിലാണ്. വി ഡി സജീവനും സംഘം ഓർക്കുന്ന ഇതുപോലൊരു ഉടായ്പ യാത്ര നടത്തി കഴിഞ്ഞാൽ കേരളത്തിലെ വോട്ടൊക്കെ മൊത്തം അത് കഴിയുമ്പോൾ അങ്ങ് മറിയും. ഒന്ന് ഇവനെ എടുത്തോണ്ട് നടക്കുന്ന കാണുകയും അല്ലെങ്കിൽ ജയ് വിളിക്കുകയും കുറെ ആൾക്കൂട്ടം കാണുമ്പോൾ അങ്ങ് കേരളത്തിലുള്ള ജനങ്ങൾ അങ്ങ് ഇവനാണ് താരമെന്നങ്ങ് വിശ്വസിക്കുന്നൊക്കെയുള്ള ഇപ്പോഴും ആ ഒരു 40 കൊല്ലത്തിനപ്പുറം ഉള്ള ഒരു ചിന്തയുമായിട്ട് നടക്കുകയാണ് ഇവന്മാർ ഇപ്പോഴും. എന്റെ സുനിലെ ഇതിനകത്തൊരു വേറൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ഇവര് ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ 10 വർഷത്തെ ഭരണത്തിന്റെ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ജനങ്ങൾ അനുഭവിച്ച് സഹിച്ച് ക്ഷമകെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്ത് കോൺഗ്രസ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ഇവർ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയോ പ്രവർത്തിക്കുകയോ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയോ ജനങ്ങളുമായി ബന്ധപ്പെടുകയോ ചെയ്യുന്ന ഒരു സംഭവം ഈ 10 കൊല്ലത്തിനുള്ളിൽ അല്ല. ഇവർക്ക് നോക്കാം, തിരുവനന്തപുരത്ത് പോലും ഒരു DCC അധ്യക്ഷനുണ്ട്. ഇവർക്ക് സംഘടനാപരമായിട്ട് എന്തെങ്കിലും ഒരു ഒരു ചട്ടക്കൂട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഈ പാർട്ടിയെ ബലപ്പെടുത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇന്ന് ഈ പാർട്ടിക്ക് ഒരു KPCC അധ്യക്ഷൻ പോലും സത്യം പറഞ്ഞാലുണ്ടോ? അതായത് ഇത്രയും ബലഹീനമായ ഒരു പ്രസ്ഥാനത്തില് ഒരു ഏകാധിപതിയെ പോലെ ഒരുത്തൻ യുവമാരെ ബാക്കിയുള്ളവന്മാരെ എല്ലാം നിഷ്പ്രഭമാക്കി ഒരു തേൻകണിക്കാരൻ യുവമാരെ എല്ലാം ബ്ലാക്ക്മെയിൽ ചെയ്ത് ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തേക്കുന്നു. ഇവൻ പിണറായിയുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പിണറായിക്ക് തുടർഭരണം ഉണ്ടാക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഇവൻ തുടരുക. അന്നേരം ഇത് ആരാണെന്നുണ്ടെങ്കിലും രണ്ടും പിണറായി ഭരിക്കുന്ന പോലെ തന്നെ ഉള്ളൂ. വേറെ ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. അവനേക്കാളും പിണറായിക്കാളും നാറിയായിരിക്കും ഇവനെന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. 100% ശരിയല്ലേ? വേണ്ട, കോൺഗ്രസിന് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വാർഡ് കമ്മിറ്റി ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? യാതൊരു തരത്തിലുള്ള സംഘടനാ ബന്ധവും ഇല്ല. എന്നിട്ട് അവസാനം അവന്മാർ ഈ പറയുന്ന പോലെ ഓരോ വാളികളെ ജോക്കർമാരെയും അതുപോലെ ഈ പ്രേംകുമാറിനെ പോലുള്ള സത്തെടുത്ത കൊത്തുകള് എല്ലായിടത്തും ഓടിത്തള്ളി അവസാനം എവിടെങ്കിലും ഷെഡിൽ കയറാൻ സമയമാകുമ്പോഴത്തേക്ക് അവരെയും കൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് സീറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. ഈ പാർട്ടിയിൽ എത്രയോ മിടുക്കന്മാരായിട്ടുള്ള യുവ നേതാക്കന്മാരുണ്ട്. വേറെ ഇന്ത്യയിൽ ഒരു പാർട്ടിക്ക് പോലും ഇത്രയുള്ള ഒരു യുവ നിരയില്ല. അവരെ എല്ലാം തള്ളിക്കളഞ്ഞ് അവർക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാതെ അവരെ എല്ലാം ഒതുക്കി ഈ തേങ്കണിക്കാരൻ ഫ്രണ്ടിൽ കിടന്ന് ഈ തുള്ളിച്ചാടുമ്പം കോൺഗ്രസിനോട് ഇവനെ കാണുമ്പം ഇവനെ സ്ക്രീനിൽ കാണുമ്പോൾ ആളുകൾക്ക് ഒരു അവേർഷനും അവമതിപ്പും അല്ലേ ഉണ്ടാകുന്നത്? അല്ല സുനിലേ, ഇപ്പൊ വേറൊരു കാര്യം, ഈ ശശിനെ എന്തുമാത്രം സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഇവർ സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അത് മാത്രമല്ലെന്നേ, ഈ സതീശന്റെ പേരിൽ ആ സ്ത്രീ വന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സതീശന്റെ കൂട്ടുകാരനാണ്. സതീശന്റെ ഇപ്പുറത്ത് നിർത്താൻ കൊള്ളാവുന്നവരാണ് ശശി. സതീശനും ശശിയും എന്താ ഈ സതീശനും ശശി ഇത് ഇത്രത്തോളം ഈ പ്രസ്ഥാനം അതപ്പതിച്ചു പോയി. നമ്മളുടെ ഈ കോൺഗ്രസ്സുകാർക്ക് ഇത് കാണാനും കേൾക്കാനും കണ്ണും കാതൊന്നും ഇല്ലേ? എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഉണ്ടെങ്കിൽ സതീശനെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് എന്നേ സസ്പെൻഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ആ സ്ത്രീ പറയണ പച്ചക്ക് പറയണ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ്സുകാർ ആരും ഇത് കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? അതുപോലെ തന്നെ ശശി ഇത്രമാത്രം സ്വാഗതം ചെയ്തുകൊണ്ട് വരുമ്പോൾ ഈ രാഹുൽ മാങ്കുട്ട് എന്ത് തെറ്റാണ് ചെയ്തേക്കണത്? കോടതി വരെ പറഞ്ഞു കഴിഞ്ഞില്ലേ? പരസ്പര സമ്മതപ്രകാരമുള്ള കാര്യങ്ങൾക്കൊന്നും കോടതി അന്നും തള്ളിയില്ലേ കോടതി? അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം നിൽക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയെങ്കിലും ഇത് എടുത്തില്ലെങ്കിൽ നമുക്ക് പറയാം, കേരളത്തിലെ ഇത് കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചെന്നിത്തലയും ഈ മുരളീധരനും ഈ സതീശനും ഈ ഷാനിമോൾ ഉസ്മാനും ഉമാ തോമസും ഒക്കെ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ തെരഞ്ഞു പിടിച്ച് അവരെ തോൽപ്പിക്കണം. 10 പേരുടെ ലിസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പുറത്തുവിട്ടല്ലോ. 10 പേര് കൃത്യമായും ഈ 10 പേരെ ഇവന്റെ പിണിയാളുകളെ കൃത്യമായിട്ടും ജനങ്ങൾ അറിഞ്ഞ് തോൽപ്പിക്കണം, തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കണം. അതുപോലെ തന്നെ യുവമാരി അഹന്തയുമായിട്ട് തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞു ഓരോ മണ്ഡലത്തിലും 4000 കോൺഗ്രസ്സുകാർ വീതം. എത്ര ഇപ്പൊ ഒരു 500-600 ഫാമിലി തന്നെ ഡിസൈഡ് ചെയ്യുകയാണ് അവരുടെ കുടുംബത്തിലുള്ളവർ യാതൊരു കാരണവശാലും വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ ഇവന്റെ അഹങ്കാരം 140 മണ്ഡലങ്ങളിലുള്ള 4000 പേര് ഡിസൈഡ് ചെയ്താൽ ഇവന്മാരെ മൂക്ക് കുത്തിക്കാൻ ഇവന്റെ അഹന്ത തീർക്കാൻ വേറെ ഒരു കുറുക്കുവഴിക്കും പോകണ്ട. അത് സുനിൽ ആ കഴിഞ്ഞ ഷോയിൽ പറഞ്ഞത് വളരെ കറക്റ്റ് കാര്യമാണ്. ജനങ്ങളത് ഉൾക്കൊള്ളുമെങ്കിൽ തീർച്ചയായിട്ടും നടന്നിരിക്കും, ഒരു സംശയം വേണ്ട. അപ്പൊ നമ്മളെ തന്നെ ഓരോ ദിവസവും എത്രായിരം പേരാണ് വിളിക്കുന്നത്. അന്നേരം അവരെ സംബന്ധിച്ചോളം അവരെല്ലാം ഇവരാരാന്ന് പോലും നമുക്കറിയത്തില്ല. ഇവരെല്ലാം എന്താ ഈ വിഷയത്തിൽ അത്രത്തോളം രോക്ഷാകുലരാണ്. അവരുടെ അമർഷം ഈ എത്രയോ തവണ നമ്മളെ 10, 20, 25 തവണ ട്രൈ ചെയ്ത് ഒരു പ്രാവശ്യമെങ്കിലും കിട്ടാനായിട്ട് അവർ ശ്രമിച്ചു. അവരുടെ ആ പ്രതിഷേധം അറിയിക്കുന്നെങ്കിൽ അവരുടെ എന്തുമാത്രം പ്രതിഷേധമാ. അങ്ങനെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന 10 മുതൽ 100, 150 വരെ വോട്ടുകളുണ്ട്.
അങ്ങനെ ഈ അസംതൃപ്തരായ കോൺഗ്രസുകാർ ഓരോരുത്തരും അവരുടെ ഈ 10 മുതൽ 150 വോട്ടുകൾ ഓരോരുത്തരും അവർക്ക് മറിക്കാൻ സാധിച്ചാൽ ഇവന്റെ തേങ്കണി യാത്രയും ഇവന്റെ PR ഒന്നും വിജയിക്കൂല. ഇവന് ഏതൊക്കെ മാധ്യമങ്ങളെ വിലക്കെടുത്താലും അതെല്ലാം പൊളിക്കാൻ പറ്റും നമുക്ക്. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ തന്നെ വോട്ടിലൂടെ മാത്രമേ ജനങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ജനാധിപത്യം അത്രമാത്രം ദുർബലമായി ഒരു ഭയങ്കര ഭീഷണിയും എന്താ പറയാ ജനാധിപത്യം കൊണ്ട് ഒരു ഭയങ്കര കച്ചവട ബിസിനസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇവൻ വെറും കച്ചവടക്കാരൻ. ഇവന്റെ കച്ചവട താല്പര്യങ്ങൾ ഇവൻ ഈ സൈഡിൽ കൂടെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്ന് പിണറായിക്ക് വേണ്ടുന്ന വിദേശങ്ങളിലുള്ള ഓരോ ഇടപാടുകളും കച്ചവടത്തിന്റെയും ഇവൻ മീഡിയേറ്ററാണ് ഈ സതീശൻ. ഇവൻ ഒരു സാധനം പോലും പെട്ടെന്നല്ല ഇപ്പം ഇവൻ ഒരു കാര്യം പോലും പിണറായി സർക്കാരിന്റെ ഏതെങ്കിലും ഒരു അഴിമതി ഈ പന്നൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എല്ലാത്തിന്റെയും മേടിച്ച് തിന്നിട്ട് നടക്കുന്നവനാണ് ഇവൻ. 10 വർഷം ഭരിച്ച് എന്തെല്ലാം സംഭവങ്ങളുണ്ടായി, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, എന്തോരം കടലാസ് പൊക്കി പിടിച്ച് നിയമസഭയിൽ ഇവർ സംസാരിച്ചു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കേസിൽ ഇവരെ ഒന്ന് ചോദ്യം ചെയ്യാനായിട്ട് ഈ പ്രതിപക്ഷത്തിന് അതിനുള്ള കഴിവുണ്ടായി. ഇവനൊരു നല്ല ഒരു സമരം നയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ കേരളത്തിൽ? ഒരു മണിക്കൂർ ഈ സതീശൻ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടോ? ഒരു മണിക്കൂർ എത്ര പ്രാവശ്യം രാഹുൽ അവന്റെ കതർ ഇതുവരെ വേർത്ത് കണ്ടിട്ടുണ്ടോ? ഉടഞ്ഞു കണ്ടിട്ടുണ്ടോ? അവന്റെ കതർ ചൂഴ്ന്നു കണ്ടിട്ടുണ്ടോ ഇതുവരെ എന്തെങ്കിലും ഒരു വിഷയത്തില്? അവൻ കയ്യിൽ ഗ്ലൗസും കൂടി ഇട്ടുകൊണ്ട് നടന്നാ മതി. ജനങ്ങൾ അത്രക്ക് വെറുത്തു സുനിൽ, സത്യം പറയുകയാണ്. അതാ പറഞ്ഞു 25 കൊല്ലമായിട്ട് നടന്ന ഈ തേങ്ങണിക്കാരൻ ഇവൻ കുറേമാരുടെ CD തേങ്കണിപ്പെടുത്തി കുറെ നേതാക്കന്മാരുടെ CD ഇവന്റെ കയ്യിൽ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതല്ലാതെ ഇവൻ ഈ 25 കൊല്ലത്തിന്റെ ഇവന്റെ നേട്ടം എന്തുണ്ട്? ഒരു പ്രതിപക്ഷം എന്ന് പറയാനായിട്ട് നമ്മൾക്ക് പറ്റില്ല. പ്രതിപക്ഷത്തിന്റേതായ യാതൊരു ഉത്തരവാദിത്വവും ആ പ്രതിപക്ഷമില്ലാതെ മറ്റവന്മാരെ കക്കാൻ പൂന്ത് വിളയാടിയിട്ട് അവന്മാര് ശബരിമല ശാസ്താവിനെ വരെ അടിച്ച് വിറ്റിട്ട് ആ ജനരോക്ഷം നിൽക്കുമ്പം ഈ പന്നൻ ഈ തെണ്ടി 10 കൊല്ലം വായം പൊളിച്ച് അവന്റെ ഇല നക്കി കൊടുത്തവൻ പറയുവാണ് എനിക്ക് 100 സീറ്റ് കിട്ടുമെന്ന്. ഇവന്റെ മിടുക്ക? ഇവൻ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതിന്റെ മിടുക്കാണ് 100 സീറ്റ് കിട്ടുന്നത്. എങ്ങനെയെങ്കിലും ഇറങ്ങി പോട്ട് എന്ന് കരുതി ജനങ്ങൾ പ്രാഗിത്തുള്ളി അവന്മാര് ഇവനെ ചവിട്ടി പുറത്താക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇവന്റെ കഴിവില്ലായ്മ കൊണ്ട് ഇവൻ 10 പ്രാവശ്യം ഭരിക്കാൻ അവസരം കൊടുത്ത ആ കള്ളനെ ജനങ്ങൾ എക്സ്പെൽ ചെയ്യാൻ നോക്കുമ്പോ ഇവൻ പറയുന്നു 100 സീറ്റ് കിട്ടുമെന്ന്. ഈ തേങ്ങണിക്കാരൻ ഇവൻ പ്രതിപക്ഷ നേതാവായിട്ട് വർക്ക് ചെയ്യുവല്ല. ഇവൻ കോൺഗ്രസിലെ നേതാക്കന്മാരെ പെണ്ണ് കേസുകളിൽ പെടുത്തി അവന്മാരുടെ CD ഒപ്പിക്കാൻ നടക്കുന്നു കഴിഞ്ഞ 10 കൊല്ലം. ഏതെങ്കിലും 6 അടിപ്പാവാടെയോ മറ്റേ ആമ്പിള്ളാർ 6 നിക്കർ ഊരിയിട്ടുണ്ടോന്നുള്ള കണക്കെടുപ്പായിരുന്നു അവൻ കഴിഞ്ഞ 10 കൊല്ലം. എന്നിട്ട് അവൻ ഇപ്പൊ വരുവാണ് 100 അവൻ ഒലത്തുവന്ന്. നമ്മുടെ നിയമസഭയുടെ അകത്തെ അസംബ്ലിയുടെ അകത്ത് ഇവനെ കാണിക്കാൻ പാടില്ല. ഇനി അത്രക്ക് വൃത്തികെട്ടവനാ. ഞാൻ പറയണ ആ ഒരു സ്ത്രീ വന്ന് പറയണ വാക്ക് കേട്ടാൽ തന്നെ ഈ കോൺഗ്രസ്സുകാർ എത്ര കാലമായിട്ട് അവർ പറയണതാണ് ഒന്ന് ചോദിക്കാൻ പാടില്ലേ? നമുക്ക് പുച്ഛം തോന്നുന്നുണ്ടല്ലോ. ഈ രാഹുൽ ഗാന്ധിയും പെങ്ങളോട് വരും അഭയാർത്ഥിയായിട്ട്. അവിടെ ഒന്നും നിന്ന ആളുകൾ അവന്മാര് അവിടുന്ന് എറിഞ്ഞോടിക്കുന്നു കണ്ടപ്പോഴത്തേക്ക് ഇവിടേക്ക് വരും അഭയാർത്ഥിയായിട്ട്. ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോ രാഹുൽ ഗാന്ധിക്ക് അവിടെ രക്ഷയില്ലാതെ വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അവരെ സ്വീകരിച്ചു, അവരുടെ ആങ്ങളെയും പെങ്ങളെയൊക്കെ ജയിപ്പിച്ചു. പക്ഷെ ഇനിയുണ്ടല്ലോ ഇപ്പൊ പോയി ഉറങ്ങുക. ഇനി അടുത്ത ലോക്സഭ ആകുമ്പോഴത്തേക്കും ബായ്യവും ബെഗനോ എന്നും പറഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് അലച്ചു കെട്ടി വരും അഭയാർത്ഥി വരുന്നു പോലെ. മറ്റേ പണ്ടൊക്കെ ഈ വെള്ളപ്പൊക്കക്കാരെ കെട്ടും കെട്ടി കാടാറ് മാസം പാർട്ടികൾ വരുമായിരുന്നു. മോരും സാമ്പാറൊക്കെ കുടിക്കാൻ വേണ്ടി ഇടക്കിടക്ക് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് വന്ന് വയനാട് വൈത്തിരി റിസോർട്ടിലും അവിടെ ഇവിടെയൊക്കെ തിരുമലും സുഖവും അവിടെ പോയി കുമരകത്തും ഒക്കെ പോയി സുഖിച്ചിട്ട് പോവും. സതീശൻ ഇവിടെ CD ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കോവാലിന് അവിടെ CD ആയിട്ട് നടക്കുക. കേരളത്തിന് വേണ്ടി എന്താണ് ഈ രാഹുൽ ഗാന്ധിയും പെങ്ങളും കൂടി ചെയ്യുന്നത്? ആ മണ്ഡലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കാര്യം അതുകൊണ്ടാണ് സത്യം പറയാം അവരുടെ ദുരന്തം എന്ന് പറഞ്ഞാല് അതുകൊണ്ട് എന്ത് ചെയ്യും കേന്ദ്രം എന്ത് ചെയ്യും? എന്നാ ഇവന്മാര് ജയിപ്പിച്ചല്ലേ, എന്നാ ഇവന്മാർ ഉണ്ടാക്കട്ടെ എന്നുള്ള രീതിയിൽ അവന്മാര് കാര്യമായി ഒന്നും ചെയ്യത്തില്ല. സംസ്ഥാന സർക്കാരും എന്ത് ചെയ്യും? യുവമാരെ ജയിപ്പിച്ചതല്ലേ ഒന്ന് കാണട്ടെ. അന്നേരം ആ വയനാട്ടിലുള്ള ജനങ്ങളാണ് യുവമാരെ ജയിപ്പിച്ചു കൊടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ ദുരിതം അനുഭവിക്കുന്നത് ആ വയനാട്ടുകാരാണ്. തീർച്ചയായിട്ടും. അല്ല അത് മാത്രമല്ല സുനിലെ, ഇപ്പൊ നമ്മൾ 10-70 വർഷക്കാലം കോൺഗ്രസ് ഇവിടെ ഇന്ത്യ ഭരിച്ചിട്ട് ഈ അവിടുത്തെ ജനങ്ങളൊക്കെ ഈ പാത്രത്തിൽ വെള്ളമായിട്ട് അപ്പിയിടാൻ പറമ്പിലാണ് പോയിക്കൊണ്ടിരുന്നത്.
ഇപ്പൊ കേൾക്കുന്നില്ല. നമ്മൾ നരേന്ദ്രമോദിയെ നമ്മൾ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുകയല്ല. അങ്ങാര് പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് കക്കൂസും അതുപോലെ തന്നെ മറ്റേ ഗ്യാസും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായത്. ഒന്ന് പിന്നെ നാണം കൂടാതെയും മറ കൂടാതെയൊക്കെ ആയിട്ട് ഒന്ന് കക്കൂസിൽ പോകാനും വെള്ളം ഉണ്ടാക്കുവാനും ഒക്കെ സാധിച്ചത് അയാള് പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് പോലും, പക്ഷേ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ ഇത്രയും വർഷം, ഈ 10 വർഷം ഇവിടെ അല്ലെ ഇത്രയും വർഷം ലഭിച്ചിട്ട് പോലും ഈ കേരളത്തിൽ അവർക്കൊരു മാർക്ക് ഉണ്ടാക്കുവാൻ, എന്തെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ ചലനം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു നേതാക്കന്മാർ പോലും ഇല്ല. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വന്നു എന്ന് പറഞ്ഞാൽ പോലും ഒരു വൈബില്ല. കാരണം ഇവരെയൊക്കെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞ എല്ലാം ഷെഡി കയറ ആ ഒരു നല്ല യുവത്വമുള്ള നല്ല ആ ഒരു യുവനിരയില്ല. വന്നിട്ടും പോയിട്ടും ആരുണ്ട്? എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഷാ വഴങ്ങാത്ത നമ്മുടെ ശോഭാ സുരേന്ദ്രൻ, വേറെ ആരുണ്ട്? അല്ല, നമ്മളിപ്പോ ഈ പിന്നെ BJP അവിടെ കേന്ദ്രത്തില് ഇപ്പോൾ ഇങ്ങനെ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകണതിന്റെ പിന്നില് പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തന ഫലം കൊണ്ടൊന്നും അല്ല. അത് അയാളുടെ ഒരു പ്രത്യേക പേഴ്സണൽ ആയിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള സമീപനം കൊണ്ട് അങ്ങനെ ജയിക്കുന്നതാ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് അവർക്കിപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നഗരസഭ അവരുടെ കയ്യിൽ കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടെന്നറിയോ? അവർ മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം എന്നറിയോ? അവരൊന്നും ചെയ്യേണ്ട, അവർക്കുള്ള പണി ഈ സതീശനും പാർട്ടിയും ചെയ്തു കൊടുക്കുക. കാരണം BJPക്കുള്ള പരമാവധി വോട്ടുകൾ, ഈ കോൺഗ്രസ്സുകാരുടെ പരമാവധി വോട്ടുകൾ വെറുപ്പിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി സതീശൻ കിടന്ന് മെനക്കെടുന്നുണ്ട്. സതീശൻ പണി ചെയ്യുമ്പോൾ പിന്നെ അവരെന്തോട് ചെയ്യാനാ? അല്ല, അതിനുള്ള വഴി ഇവർ തുറന്നു കൊടുത്തിട്ടാണെന്ന് സതീശൻ ഇവിടെ കിടന്ന് BJPക്ക് വഴിവെട്ടാനുള്ള സകല പണി ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെയ്തു കൊടുക്കുക. പിന്നെ പിണറായി വിജയനും ചില മേഖലകളിൽ കൃത്യമായിട്ടും BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സകല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ രണ്ടുപേരും BJPക്ക് വേണ്ടി പണിയെടുക്കുമ്പോഴത്തേക്കും BJPക്കാരന്മാർ ശരിക്കും കിടന്ന് സത്യം പറഞ്ഞാൽ ഉറങ്ങുകയാണ്. അല്ല, അവർക്ക് സുഖമായി അവർക്ക് ചൂണ്ടയും ഇരയും കുത്തിക്കിട്ട് ചൂണ്ടയിട്ടുള്ള അങ്ങനെ ഇരുന്നാൽ മതി, വലിച്ചാൽ മതിയല്ലോ സമയമാകും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അവർക്കും അത് പ്രതീക്ഷയൊക്കെ ഉണ്ട്. കാരണം അതിനുള്ള അവസരങ്ങളൊക്കെ ഇപ്പൊ സുനിൽ പറഞ്ഞ പോലെ തന്നെ ഇവർ രണ്ടു കൂട്ടരും ഒപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുക. പിന്നെ ഈ പലർക്കും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, LDFന് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അപ്പൊ അവർ തമ്മിലൊക്കെ ഒരു ധാരണ ഉണ്ടാകും. ഇപ്പുറത്തെ സതീശനുമായിട്ടൊരു ധാരണയുണ്ട്. പക്ഷെ ഇതിനിടയിൽ കിടന്ന് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഈ കോൺഗ്രസിലെ രണ്ട് നേതാക്കന്മാര് ഈ സതീശൻ പിണറായിയുടെ കയ്യിൽ നിന്ന് തുറഭരണത്തിനുള്ള എങ്ങനെ പോയാലും ഒരു 4-5,000 കോടി രൂപ ഏറ്റവും കുറഞ്ഞൊരു പ്രതിഫലം ഒപ്പിക്കും. അതുപോലെ കേന്ദ്രത്തിലാണെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ ആ ക്യാമ്പയിന് KC വേണുഗോപാൽ കൃത്യമായിട്ടും ഇതിന് വഴിവരുന്നിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ കൃത്യമായിട്ടും കേന്ദ്രത്തിൽ നിന്നും മോദിയുടെ വലം കൈയായി നിന്ന് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയുള്ള അവസരം ഇവിടെ സൈലന്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നു. കാരണം ഇത് മുടിഞ്ഞാൽ അയാൾക്ക് നേട്ടവാ. 10-15,000 കോടിയോ കുറഞ്ഞതോ കൈ കിട്ടും. ഇതിപ്പോ നമ്മള് തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ ഒരു പിന്നെ ജനങ്ങളുടെ ഒരു നല്ല ഒരു നാളേക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടം ഇവിടെ മുഖ്യമന്ത്രിയായി, കാരണം അതൊരു പ്രതീകാത്മകമായ ഒരു കാര്യമാണ്. കാരണം വല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ ഇവിടെ ഈ പറഞ്ഞ പോലെ കേരളം മുങ്ങിത്താഴുവെന്നോ ശൂന്യമായി പോകുന്നോ ഒന്നുമല്ല, അതൊരു സന്ദേശമാണ്. തീർച്ചയായിട്ടും, കാരണം അതൊരു കൊടുക്കുന്ന സന്ദേശമാണ്. കാരണം ഇനി ഇതുപോലുള്ള ഇവന്റെ ഈ അടിപ്പാവാട രാഷ്ട്രീയം ഇവിടെ ഇനിയും വിലപ്പോകത്തില്ല, കേരളത്തിലെ ജനങ്ങൾ അതിനെ അനുവദിക്കത്തില്ല എന്നുള്ളൊരു സന്ദേശം. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കഴിഞ്ഞ ഒരു 40 കൊല്ലം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ അഭിസാരികമാരെയും കൊണ്ട് വന്ന് എത്ര പേരെ ഇവന്മാര് ഇത് ചെയ്തു. അല്ല, അതിന് നമുക്കിപ്പോ നമ്മുടെ മുമ്പിൽ തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം കിടപ്പുണ്ടല്ലോ. അത് നമ്മളിപ്പോ വിചാരിക്കുന്നത് ഇത് CPM-കാരാണ് ഇത് ചെയ്യുന്നതിലും മിടുക്കന്മാരെന്നാ. പക്ഷെ അതിനെക്കാട്ടി മിടുക്കനാണ് ഇപ്പൊ ഈ സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. അതുപോലെ തന്നെ കൂട്ടുകാരൻ മുരളി, അതുപോലെ തന്നെ ചെന്നിത്തല, ഇവരൊക്കെ സംഘം ചേർന്നുകൊണ്ട് അതിന്റെ കൂടെ കുറച്ച് പെണ്ണുങ്ങളായിട്ടുള്ള നേതാക്കന്മാരും സംഘം ചേർന്നുകൊണ്ട് അന്നേരം കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞ ഈ വ്യഭിചാരികളുടെ ചാരിത്ര പ്രസംഗം സഹിക്കാൻ വയ്യാതാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഈ ആരെങ്കിലും ഞാൻ കൊള്ളാവുന്ന ഒരുത്തം വന്നെന്ന് പറയുകയാണ്, ജനങ്ങളൊക്കെ ശരിയാന്ന് നോക്കും. ഈ സർട്ടിഫൈഡ് വ്യഭിചാരികൾ ഇവിടെ KPCC ആഫീസ് പോലും മറ്റേ ഉണ്ണിത്താൻ പറയുന്നത് കേട്ടോ, ഉണ്ണിത്താൻ പറയുമ്പോൾ തന്നെ പോയി ആത്മഹത്യ ചെയ്ത് കളയും. സാധാരണ ഒരു മാനമുള്ളവനാണല്ലേ. ഉണ്ണിത്താൻ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉണ്ണിത്താൻ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതാ, 1-2 തവണ അങ്ങോട്ട് രാഹുൽ മാറി നിന്നാൽ എന്താ കുഴപ്പം? 1-2 തവണ അങ്ങോട്ട് 1-2 പ്രാവശ്യം അങ്ങോട്ട് മാറി നിന്നാൽ എന്താ കുഴപ്പം? 10-35 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇപ്പോഴേ ഇങ്ങനെ വേണോ തിരക്ക് എന്നൊരു വാക്കയാൾ പറഞ്ഞു. അവനെ മഞ്ചേരിയിൽ നിന്ന് തുണിയില്ലാതെ പിടിച്ച് അവൻ 10 കൊല്ലം മാറി നിന്നോ? അവനെ നൂൽ ബന്ധമില്ലാതെ അവൻ നാണം മറയ്ക്കാൻ വേണ്ടി മറ്റേ ജീപ്പിന്റെ പടുത എടുത്ത് വലിച്ച് മറ്റേ പ്രൈവറ്റ് പാർട്ട് മറച്ചുകൊണ്ടിരുന്നവനാ. അവൻ 10 കൊല്ലം മാറുന്നില്ല. അവൻ അടുത്ത കൊല്ലം തന്നെ അവനെ സീറ്റ് കൊടുത്തില്ലേ?
ആകാശവാണി അവതാരകനായ ബാലകൃഷ്ണൻ പെരിയ ഒരു പ്രസ് മീറ്റിംഗിൽ പറഞ്ഞത് കേൾക്കണം ഈ ഉണ്ണിത്താനെ പറ്റി. അവരൊക്കെ കൂടിയാണ് ഈ ഉണ്ണിത്താനെ അവിടെ രക്ഷപ്പെടുത്തിയത്. ആ സ്ഥലത്ത് ഉണ്ണിത്താൻ ഇപ്പോൾ അവിടെ വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അന്ന് സഹായിച്ചവരെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇവൻ പൊന്നാനി പോയി സർക്കംസെഷൻ ചെയ്തെന്ന് അറിയുന്നത്. ഇതിലെ ചെന്ന് കരി മറ്റേ നെറ്റിയിൽ അവന്റെ കരി കാണായിരുന്നു നമുക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ കരി മായിച്ച് ദൂരെ കളഞ്ഞിട്ട്, അല്ലേ ഇവനെ കരിയില്ല നമ്മൾ കണ്ടിട്ടുണ്ടോ നെറ്റിയില്? പിന്നെ പോയി പൊന്നാനി പോയി സർക്കംസെഷൻ ചെയ്തിട്ടാ ഇപ്പൊ നടക്കുന്നെന്ന് പറയുന്നത്. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതാ കാണിക്കുന്നതെന്ന് പറയുന്നത്. ഏതാണെങ്കിലും ഞാൻ സുനീനെ സമ്മതിച്ചിരിക്കുക. ഈ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എത്ര ടെൻഷനുള്ളവരാണെങ്കിലും ചിരിച്ചു പോകും. കാരണം അത്രക്ക് മനോഹരമായ വാക്ക്. അല്ലാതെ ഞാനിത് പറഞ്ഞത് സംശയം ഉണ്ടെങ്കിൽ അയാളുടെ ചോദിച്ചു നോക്കി. അയാളുടെ മുസ്ലിം സഹോദരങ്ങളോടുള്ള പുള്ളിയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാന്ന് പറഞ്ഞ് പുള്ളി കാണിക്കും. അന്നേരം ഞാൻ സത്യമേ പറഞ്ഞത്. നമ്മളെ ഇതൊക്കെ ഇവരൊക്കെ എന്ത് നേതാക്കന്മാരാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. സമൂഹത്തിൽ ഇറങ്ങി ജനങ്ങളുടെ മുഖത്ത് നോക്കാനായിട്ട് നല്ല തൊലിക്കട്ടിയാണ്. അപ്പൊ ഏതാണെങ്കിലും സുനിലെ വിജയിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. എല്ലാം നല്ലതായിട്ട് വരട്ടെ. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് ഭവിച്ച് രാഹുൽ മാങ്കൂട്ട എത്രയും വേഗം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കട്ടെ, അല്ലെങ്കിൽ ഒരു നല്ല കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. അത്രേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.